ഹായ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം ആ ചാപ്റ്ററിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോർഷൻസ് ഒക്കെ പഠിച്ചു, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ പഠിച്ചു, പിന്നെ കുറച്ച് ചെറിയ ചെറിയ ടേംസ് പഠിച്ചു. അതായത് നോൺ ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റ്സ്, അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, ഇതൊക്കെ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ പോർഷൻസ് അല്ലേ എന്ന് കരുതിയിട്ട് അത് നോക്കാതിരിക്കുകയോ അത് പഠിക്കാതിരിക്കുകയോ ചെയ്യരുത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും അത് വേണ്ട കാര്യങ്ങളാണ്. വളരെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ബേസിക് കാര്യങ്ങളാണെങ്കിലും അതെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആസിഡ്സ് ആൻഡ് ബേസസ്, അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ ബാക്കി പോർഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ആസിഡ്സ് ആൻഡ് ബേസസ്, അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ആസിഡ് ബേസ് തിയറി, അതിനകത്ത് മെയിനായിട്ട് 3 കൺസെപ്റ്റുകളാണ് വരുന്നത്. എന്തൊക്കെയാണ്? അറീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ് ആൻഡ് ലൂയിസ് കൺസെപ്റ്റ്. ഇതിൽ അറീനിയസ് കൺസെപ്റ്റും ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റും പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് അറീനിയസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഈ തിയറി ആദ്യം പറഞ്ഞത് ആരാണ്? അറീനിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു ആസിഡിനൊരു ഡെഫിനിഷൻ കൊടുത്തു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു. എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ആൻഡ് ക്യാൻ ഡൊണേറ്റ് H+ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. സെൻറ്റൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. എന്താണ്? ഹൈഡ്രജൻ ഉള്ള സബ്സ്റ്റൻസുകൾ, ഹൈഡ്രജൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഡൊണേറ്റ് H+ അയോൺസ്, H+ അയോണുകളെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുണ്ടാവും. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി അത് ചുമ്മാ ഇരിക്കുമ്പോഴല്ല, എവിടാണ്? അക്വസ് മീഡിയത്തിലാകുമ്പോൾ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസുകളാണ് ആസിഡ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ. HCl, HNO3, CH3COOH, ഇതെല്ലാം ഹൈഡ്രജൻ കണ്ടെയ്നിങ് ആണ്. അത് അക്വസ് സൊല്യൂഷനിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പം H+ അയോണുകളെ ഡൊണേറ്റ് ചെയ്യും. അതുകൊണ്ട് അവയെല്ലാം ആസിഡുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഓക്കെ, ഞാനൊരു കാര്യം പറയാം, തുടക്കത്തിലേ പറയുവാണ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എല്ലാവരും ഒരു ബുക്കോ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ അതും പേനയുമായിട്ട് ഇരിക്കണം. കാരണം നമ്മൾ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ കൂടെ ചെയ്ത് തന്നെ എഴുതി തന്നെ പോകണം. അല്ലാതെ വെറുതെ കേട്ടിരിക്കരുത്. എഴുതി ഓരോന്നും മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എങ്കിലേ ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊന്ന് എഴുതി നോക്കിയേ. HCl അക്വസ് മീഡിയത്തിൽ അത് എന്തൊക്കെയായിട്ട് മാറും? H+ അയോണുകളും Cl- അയോണുകളുമായിട്ട് മാറുന്നു. അപ്പോൾ H+ ഡൊണേറ്റ് ചെയ്തു, ദെയർഫോർ ഇറ്റ് വിൽ ബി ആൻ ആസിഡ്. അടുത്ത് CH3COOH. ഇൻ അക്വസ് മീഡിയം അതെന്തൊക്കെയായിട്ട് മാറും? CH3COO- H+ അയോണുകളുമായിട്ട് മാറുന്നു. അസറ്റേറ്റ് അയോണും H+ അയോണുമായിട്ട് മാറുന്നു. H+ ഡൊണേറ്റ് ചെയ്ത് കാരണം ദെയർഫോർ ആസിഡ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം പറഞ്ഞത്. അത് അക്വസ് മീഡിയത്തിൽ H+ അയോണുകളെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ആസിഡ്സ്. ഓക്കെ. ഇനി ഇദ്ദേഹം തന്നെ ബേസിനൊരു ഡെഫിനിഷൻ കൊടുത്തു. എന്താണ്? എ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് OH ഗ്രൂപ്പ് ആൻഡ് പ്രൊഡ്യൂസസ് OH- അയോൺസ് ഇൻ അക്വസ് മീഡിയം. അക്വസ് മീഡിയത്തിൽ OH- അയോണുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ബേസ്. OH ഗ്രൂപ്പ് ഉള്ള സബ്സ്റ്റൻസുകളാണ്. അത് OH- അയോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളാണ് ബേസ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിന് എക്സാമ്പിളോ? നമുക്കറിയാം, നമ്മുടെ NaOH, KOH, ഇതിനകത്തെല്ലാം OH ഉണ്ട്. അതിനെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ അത് OH- അയോണുകൾ തരും. അതുകൊണ്ട് അതെല്ലാം ബേസാണ് എന്നാണ് അറീനിയസ് പറഞ്ഞത്. ഓക്കെ. ഇനി അതിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. എങ്ങനെയാണ്? NaOH ഇൻ അക്വസ് മീഡിയം ഗീവ്സ് ആൻ ഇക്വിലിബ്രിയം വിത്ത് Na++OH- അയോൺസ്. OH- അയോൺ തന്നു. അതുപോലെ വേറൊരെണ്ണം CaOH twice is in equilibrium with Ca2+ 2OH-. അപ്പോൾ ആസിഡും ബേസും അറീനിയസ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ H+ ഡോണേഴ്സും അതുപോലെ OH- ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുമാണ് ആസിഡും ബേസും. ഇനി ഇപ്പോൾ ഈ ഒരു അറീനിയസ് കൺസെപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തെറ്റിപ്പോകാണ്ടിരിക്കാൻ ഓർത്തിരിക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അറീനിയസ് കൺസെപ്റ്റിനകത്ത് എന്താ നമ്മൾ പറയുന്നത്? അക്വസ് സൊല്യൂഷനിലാണ് ഈ ഒരു തിയറി ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ അക്വസ് മീഡിയം ആസിഡ്സ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് പ്രോട്ടോൺസ്, ഡൊണേറ്റ് H+ അയോൺസ്, ആൻഡ് ബേസ് ഈസ് ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് OH- അയോൺസ്.
H+ അയോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസിഡ്, OH- അയോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബേസ്. എവിടെ? ഇൻ അക്വസ് മീഡിയം. ഇതാണ് ആര് പറഞ്ഞത്? അറീനിയസ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് അറീനിയസ് കൺസെപ്റ്റ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇത് മുഴുവൻ പഠിച്ചു കഴിയുമ്പം എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ വരും, ചെറിയ വ്യത്യാസങ്ങളേ വരുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ആസിഡ് ബേസ് കൺസെപ്റ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ആസിഡ് ബേസ് കൺസെപ്റ്റ് നിങ്ങളടുത്ത് ചോദിക്കുവാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരെണ്ണം എഴുതിയാൽ പോരെ, എല്ലാം കറക്റ്റ് ആണല്ലോ എന്ന് കരുതരുത്. ക്വസ്റ്റ്യനകത്ത് അറീനിയസ് എന്ന് ചോദിച്ചാൽ അറീനിയസ് പറഞ്ഞ ഡെഫിനിഷൻ തന്നെ എഴുതണം. ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് തന്നെ എഴുതണം, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നോക്കുമ്പം ആസിഡും ബേസും ഡെഫിനിഷൻ ശരിയാണെന്ന് കരുതി മാർക്ക് കിട്ടത്തില്ല. ആ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആര് പറഞ്ഞു അത് തന്നെ എഴുതണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അറീനിയസ് കൺസെപ്റ്റിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ചില പോരായ്മകൾ അദ്ദേഹത്തിന് പറ്റിപ്പോയി. എന്താണ്? അദ്ദേഹം ആദ്യമേ പറഞ്ഞ എന്താണ്? ഇൻ അക്വസ് സൊല്യൂഷൻ. ഈ തിയറി ആപ്ലിക്കബിൾ ഓൺലി ഇൻ അക്വസ് സൊല്യൂഷൻ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ? HCl-നെ അക്വസ് മീഡിയത്തിൽ മാത്രമേ നമുക്ക് ആസിഡ് ആക്കാൻ പറ്റുള്ളൂ. HCl അല്ലാത്തപ്പോഴും ആസിഡ് അല്ലേ? അത് എന്തുകൊണ്ട് എന്നുള്ളത് പറയാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ അത് അക്വസ് മീഡിയത്തിൽ മാത്രമേ H+ ഡൊണേറ്റ് ചെയ്യൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അത് ആസിഡ് എന്നാ പറഞ്ഞത്. അതൊരു പോരായ്മയാണ്. അക്വസ് മീഡിയത്തിൽ മാത്രം ആപ്ലിക്കബിൾ ആകുന്നു, അല്ലാത്ത കണ്ടീഷൻസ് പറയാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് വന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി അസിഡിക് നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസസ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ ഹൈഡ്രജൻ. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഹൈഡ്രജൻ ഉള്ള ആൾക്കാർ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്ത് H+ അയോണുകൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസിഡ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഹൈഡ്രജൻ ഇല്ലാത്ത ആളുകളും ആസിഡായിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ അസിഡിക് ക്യാരക്ടർ പറയണ്ടേ? അത് പറ്റിയില്ല. എക്സാമ്പിൾ ഏതാണ്? CO2 അസിഡിക് ക്യാരക്ടർ ഉണ്ട്. അതുപോലെ SO2 അസിഡിക് ക്യാരക്ടർ ഉണ്ട്. FeSO4 പിന്നെ CuSO4 ഇതിൻ്റെ എല്ലാ അസിഡിക് ക്യാരക്ടർ ഹൈഡ്രജൻ ഇല്ല എന്ന് കരുതിയിട്ട് പറയാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതുകൊണ്ട് അതും ഒരു പോരായ്മയാണ്. അതിൻ്റെ അസിഡിക് ക്യാരക്ടർ എങ്ങനെ വരുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറീനിയസ് തിയറിക്ക് പറ്റിയില്ല. പിന്നെ പറഞ്ഞത് ബേസിക് സബ്സ്റ്റൻസുകളെ കുറിച്ച് പറഞ്ഞതിലും പ്രശ്നം വന്നു. എന്താണ് ബേസിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞത്? OH ഗ്രൂപ്പ് ഉണ്ടാവുകയും OH- അയോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്താൽ ബേസിക് എന്നാ പറഞ്ഞത്. എന്നാൽ OH ഇല്ലാത്ത ആളുകളും ബേസിക് ആയിട്ടില്ലേ? ബെസ്റ്റ് എക്സാമ്പിൾ NH3 ബേസിക്കാണ്. അതുപോലെ Na2CO3 ഇതെല്ലാം ബേസിക്കാണ്. പക്ഷേ അതിനകത്തൊന്നും OH ഇല്ല, എന്നിട്ടും ബേസിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ അറീനിയസ് തിയറിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ അറീനിയസ് കൺസെപ്റ്റിൻ്റെ ലിമിറ്റേഷൻസ്. ഇനി ഈ ലിമിറ്റേഷൻസുകളെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അതായത് ഇതിനെ മാറ്റണമല്ലോ, ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമല്ലോ എന്ന് എഴുതി പുതിയ പഠനങ്ങൾ നടന്ന് പുതിയ തിയറി ഡെവലപ്പായി. അതാണ് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ്. അപ്പോൾ അറീനിയസ് കൺസെപ്റ്റിൽ വന്ന പോരായ്മകളെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ ബ്രോൺസ്റ്റഡ്-ലോറി എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ പുതിയ തിയറി ഡെവലപ്പ് ചെയ്തു. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് ആസിഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് പ്രോട്ടോൺ. അപ്പോൾ പ്രോട്ടോൺ ഡോണേഴ്സ് ആണ് ആസിഡ്. H+ അയോണുകളെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആസിഡ്. പ്രോട്ടോൺ ഡോണേഴ്സ്, അതാണ് ആസിഡ്. അതുപോലെ ബേസ് എന്ന് പറയുന്നതോ വിച്ച് ക്യാൻ അക്സെപ്റ്റ് പ്രോട്ടോൺസ്, അതായത് ദാനം ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ആസിഡും അതുപോലെ സ്വീകരിക്കാൻ കഴിവുള്ള ആൾക്കാർ ബേസ്. ഈ രീതിയിലൊരു എക്സ്പ്ലനേഷൻ ആര് കൊടുത്തു? ബ്രോൺസ്റ്റഡ്-ലോറി പറഞ്ഞു. അപ്പോൾ ആസിഡും ബേസിനും അവർ ആ OH- എന്നൊക്കെ ഉള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് എന്താ പറഞ്ഞ്? H+ അയോൺസ് അല്ലെങ്കിൽ പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ ആസിഡ് എന്നും അതുപോലെ അങ്ങനെ ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോട്ടോണുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ ബേസ് എന്ന്, ആ രണ്ട് രീതിയിലൊരു ഡെഫിനിഷൻ കൊടുത്തു ആസിഡ്സിനും ബേസിനും. ഓക്കെ, അതാണ് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റിനകത്ത് വരുന്നത്. ഇനി അത് വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. HCl പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യും, അതായത് H+ അയോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നു. പ്രോട്ടോൺ ഡോണേഴ്സാണ്. ഡൊണേറ്റ് ചെയ്ത് H+ഉം Cl- മാറുന്നു. ഇനി NH3 ബേസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ബേസിന് എന്ത് ടെൻഡൻസി ഉണ്ട്? H+ അയോണുകളെ അക്സെപ്റ്റ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് H+ അയോണുകളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? NH3++ H+ അയോൺസ് ഗീവ്സ് NH4+ അയോൺസ്. NH4+ ആയിട്ട് മാറുന്നു. ഇതാണ് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി ആ ഇക്വേഷന് അതിനെ HCl-നെയും NH3-യെയും കൂടെ ഒരുമിച്ചുള്ളൊരു റിയാക്ഷൻ നിങ്ങൾ തന്നെ എഴുതിയേ.
എങ്ങനെയായിരിക്കും? HCl plus NH3 is in equilibrium with NH4 plus Cl minus. അപ്പോൾ അവിടെ നമുക്കറിയാം HClന് പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഡൊണേറ്റ് ചെയ്തിട്ട് അത് Cl മൈനസ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് HCl എന്താണ്? ആസിഡാണ്. ഇനി NH3 വരുന്ന H+ അയോണുകളെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. ദെയർഫോർ ദേ ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് NH4+ അയോണുകളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ NH3 എന്തായി? ബേസായി. പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആണ്, ബേസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് പഠിക്കേണ്ട ഒരു പ്രധാന ടേമാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ്. ചോദിക്കും പരീക്ഷയ്ക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് എഴുതാൻ, എക്സാമ്പിൾ എഴുതാനോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എഴുതാൻ, അതിനകത്ത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് കണ്ടുപിടിക്കാനോ ഒക്കെ ചോദിക്കും. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ തന്നെ നിങ്ങൾ ഒന്ന് നോക്കിയേ. HCl plus NH3 is in equilibrium with NH4 plus Cl minus ions. അതിനകത്തെ ഫോർവേഡ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. തിരിച്ചുള്ള റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. അതിനകത്ത് എന്താ വന്നിരിക്കുന്നത്? NH4+ൽ എക്സസ് ഹൈഡ്രജൻ നിൽപ്പുണ്ട്. അപ്പോൾ ആ എക്സസ് ഹൈഡ്രജൻ നിൽക്കുന്നത് കാരണം അതിന് പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഉള്ളത് കാരണം അതെന്താണ്? ആക്ച്വലി അതൊരു പ്രോട്ടോൺ ഡോണറാണ്. ആ വന്ന H+ അതിന് കളയാനൊരു ടെൻഡൻസി ഇങ്ങനെ കാണിക്കുകയില്ലേ, അത് കാരണം അതൊരു പ്രോട്ടോൺ ഡോണറാണ്. പ്രോട്ടോൺ ഡോണർ ആയത് കാരണം NH4+ എന്തായിട്ട് മാറും? എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുക? ആസിഡ്. ഓക്കെ, അതുപോലെ Cl മൈനസിന് എന്ത് ടെൻഡൻസി ഉണ്ട്? എവിടെന്നെങ്കിലും ഒരു പ്രോട്ടോണിനെ കിട്ടിയാൽ അത് പിടിക്കാനൊരു ടെൻഡൻസി ഉണ്ട് അല്ലേ? Cl മൈനസ് അല്ലേ, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് അതിന് പ്രോട്ടോണിനെ കിട്ടിയാൽ അത് പിടിക്കും. അതുകൊണ്ട് അതിന് എന്താണ്? പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആണ് Cl മൈനസ്. അത് കാരണം ആ Cl മൈനസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പെയർ എഴുതാം. എന്തൊക്കെയാണ്? HClഉം Cl മൈനസും, അതുപോലെ NH3യും NH4+ഉം. ഇങ്ങനെ രണ്ട് പെയർ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എഴുതാം. ഈ പെയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് എന്ന് പറയുന്നത്. HCl Cl മൈനസ്, അതുപോലെ NH3 NH4+. ഇതാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺജുഗേറ്റ്, അതൊരു പ്രോട്ടോണിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് ഡിഫേഴ്സ് ഓൺലി ബൈ എ പ്രോട്ടോൺ. ഒരു പ്രോട്ടോൺ വെച്ചിട്ടൊരു ഡിഫറൻസ് മാത്രമേ ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൻ്റെ ഇടയിലുള്ളൂ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? ആസിഡ് ഈസ് എന്താണ്? ഒരു കോൺജുഗേറ്റ് ബേസും ഒരു H+ കൂടെ ചേർന്നതാണ് ആസിഡ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതിനകത്ത് HCl ഒരു ആസിഡ് അല്ലേ, അതിനകത്ത് കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്? Cl മൈനസ്. ആ പെയറിൻ്റെ കൂടെ വന്ന ഒരു Cl മൈനസ് ഇല്ലേ, ആ Cl മൈനസ് ആണ് HClൻ്റെ കോൺജുഗേറ്റ് ബേസ്. ആ Cl മൈനസ് ഒരു H+ആയിട്ട് ചേരുമ്പോൾ എന്ത് കിട്ടി? ആസിഡ്. അതുപോലെ അടുത്ത് ബേസ്. ബേസ് എന്ന് പറയുന്നത് ബേസ്, ആ അമോണിയയുടെ എക്സാമ്പിൾ ഓർത്താൽ മതി. NH3ക്കകത്ത് വന്ന H+നെ അത് പിടിച്ചു. അപ്പം ബേസ് പ്ലസ് H+, എന്ത് കിട്ടി? ആസിഡ് കിട്ടി. NH4+ എക്സസ് പോസിറ്റീവ് ചാർജ് നിൽക്കുകയാണ്, എക്സസ് H+ ഉണ്ട്. അത് കാരണം അതൊരു ആസിഡാണ്. ദെയർഫോർ ഒരു ബേസും ഒരു H+ കൂടെ ചേരുമ്പം കോൺജുഗേറ്റ് ആസിഡായിട്ട് മാറും. അതുപോലെ കോൺജുഗേറ്റ് ബേസും H+ കൂടെ ചേരുമ്പം ആസിഡായിട്ട് മാറും. അപ്പം ഇതാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ്. അപ്പം ഇനി നിങ്ങളുടെ ഞാൻ ബുക്കും പേനയൊക്കെ എടുത്ത് എല്ലാവരും കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കിയേ. ഐഡൻറ്റിഫൈ ദ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻസ്, ഫോളോയിങ് എക്സാമ്പിൾസ്. അതായത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് തരാം, അത് വെച്ചിട്ട് അതിനകത്തുനിന്ന് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് തരണം. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് പറയണം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. CH3COOH plus H2O is in equilibrium with CH3COO minus
പ്ലസ് H3O പ്ലസ്. ഫസ്റ്റ് വൺ ഒന്ന് ബാക്കി നമുക്ക് ചെയ്യാം. ആദ്യം അത് എഴുതുക. ഓക്കെ, ചെയ്യാൻ തുടങ്ങുന്ന മുന്നേ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായി ചെയ്യാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എന്താണ്? പോസിറ്റീവ് അയോണുകളാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് അയോണുകളാണെങ്കിൽ തൽക്കാലം ഇതേ രീതിയിൽ മനസ്സിലാക്കുക. പിന്നെ വരുന്ന ബാക്കി ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വരുന്നത് നമുക്ക് പിന്നീട് ആലോചിക്കാം. പോസിറ്റീവ് അയോണുകളാണെങ്കിൽ ആസിഡ് ആയിരിക്കും. അതുപോലെ നെഗറ്റീവ് അയോണുകളാണെങ്കിൽ ബേസ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ആസിഡ്, നെഗറ്റീവ് ആണെങ്കിൽ ബേസ്. അത് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ആസിഡ് പ്രോട്ടോൺ ഡോണേഴ്സ് എന്ന് പറയുന്നത് ആസിഡാണ്. അതുപോലെ ആസിഡ് ആണെങ്കിൽ പ്രോട്ടോൺ ഡോണേഴ്സ് ആയിരിക്കും. അതുപോലെ ബേസ് ആണെങ്കിൽ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർസ് ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. അയോൺ പോസിറ്റീവ് ആണെങ്കിൽ ആസിഡ് ആണ്, അയോൺ നെഗറ്റീവ് ആണെങ്കിൽ ബേസ് ആണ്. ക്ലിയർ? അതുപോലെ ആസിഡുകളാണെങ്കിൽ പ്രോട്ടോൺ ഡോണേഴ്സ് ആയിരിക്കും, ബേസ് ആണെങ്കിൽ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി ഇത് ചെയ്തു തുടങ്ങുക. ഇനി ആ ഫസ്റ്റ് വൺ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തേ. എങ്ങനെയാണ്? CH3COOH CH3COOH plus H2O is in equilibrium with CH3COO minus plus H3O plus. അതൊന്ന് ചെയ്തേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ്? പ്രോട്ടോൺ ഡോണേഴ്സ്. അപ്പം ഏതാണ്? CH3COOH എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് എഴുതാം? ആസിഡ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതൊരു ആസിഡാണ്. ഓക്കെ, അത് ആസിഡ് ആയാൽ അതിനെന്ത് കഴിവുണ്ട്? പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പം അതെന്തായിട്ട് മാറും? CH3COO മൈനസ് ആയിട്ട് മാറും. നെഗറ്റീവ് ചാർജ് വന്നു. ഇനി അവിടെ നെഗറ്റീവ് ചാർജ് വന്ന സ്ഥിതിക്ക് അതെന്താണ്? നെഗറ്റീവ് ചാർജ് വരുന്നത് കാരണം നെഗറ്റീവ് ചാർജ് വരുമ്പോഴത്തേക്കും അത് ബേസായി. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? കോൺജുഗേറ്റ് ബേസ് ആണെന്ന് പറയാം. ക്ലിയർ? ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് വേറെ ആരും ഇരിപ്പുണ്ട്? H2O ഇരിപ്പുണ്ട്. ആ H2O എന്തായിട്ട് ആക്ട് ചെയ്യും? ഒന്ന് ആസിഡ് ആയ സ്ഥിതിക്ക് മറ്റത് ബേസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് H2O ബേസ് ആണ്. ഓക്കെ, ഇനി ഈ H2O ബേസ് ആയത് കാരണം അതിന് എന്ത് കഴിവുണ്ട്? പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആണോ? അല്ല, പ്രോട്ടോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം H2O പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറുന്നു? H3O പ്ലസ് ആയിട്ട് മാറുന്നു. പോസിറ്റീവ് ചാർജ് വന്നില്ലേ? പോസിറ്റീവ് ചാർജ് വന്നത് കാരണം H3O പ്ലസ് എന്തായിരിക്കും? ആസിഡ് ആയിരിക്കും. അപ്പോൾ H2Oയുടെ കോൺജുഗേറ്റ് ആസിഡ് ആയിരിക്കും H3O പ്ലസ്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർസ് എന്തൊക്കെയാണെന്ന് എഴുതാം? CH3COOH എന്ന് പറയുന്ന ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് CH3COO മൈനസ്. ക്ലിയർ? അതുപോലെ H2O എന്ന് പറയുന്ന ബേസിൻ്റെ കോൺജുഗേറ്റ് ആസിഡാണ് H3O പ്ലസ്. ക്ലിയർ ആയല്ലോ? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർസ്. ഓക്കെ, ഇനി ഈ വാട്ടർ ചില കേസസിൽ നമ്മൾ ആസിഡ് ആയിട്ട് എടുക്കുക. അത് ഇനിയിപ്പോൾ അടുത്ത് പറയുമ്പോഴത്തേക്കും തെറ്റിപ്പോണ്ട. അതിന് ചില കാരണങ്ങളുണ്ട്. അത് നമുക്ക് പിന്നെ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങളിത് പഠിക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ ഒന്ന് ചെയ്ത് നോക്കിയേ. HCl പ്ലസ് H2O ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് H3O പ്ലസ് പ്ലസ് Cl മൈനസ്. അതൊന്ന് ചെയ്തേ. നമുക്കറിയാം ഇതിനകത്ത് ആസിഡ് ആരാണ്? HCl. HClനെ ആസിഡ് ആണെങ്കിൽ അതിന് എന്ത് ടെൻഡൻസി ഉണ്ട്? പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതെന്തായിട്ട് മാറും? Cl മൈനസ് ആയിട്ട് മാറും. ആ Cl മൈനസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? H പ്ലസ് മാറിക്കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് ആയി മാറി. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് കിട്ടി നമുക്ക്. അപ്പോൾ അതായല്ലോ. ഇനി അടുത്ത് നമ്മുടെ കയ്യിൽ ആരാ ഉള്ളത്? വാട്ടർ മോളിക്യൂളുണ്ട്. ആ വാട്ടർ മോളിക്യൂളിന് എന്ത് ക്യാരക്ടറാണ്? ബേസിക് ക്യാരക്ടറാണ്. ഓക്കെ, അങ്ങനെ ബേസിക് ക്യാരക്ടർ ആയിരിക്കുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് എന്ത് നേച്ചറുണ്ട്? ബേസിക് ക്യാരക്ടർ ആണെങ്കിൽ പ്രോട്ടോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് പ്രോട്ടോണുകളെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? H3O പ്ലസ് അയോണുകളായിട്ട് മാറുന്നു. അപ്പോൾ ആ H3O പ്ലസ് എന്ന് പറയുന്നത് എന്താ ശരിക്കും? H3O പ്ലസ് പോസിറ്റീവ് ചാർജ്ഡ് അയോണാണ്. അത് കാരണം അതിന് അസിഡിക് ക്യാരക്ടറാണ്. ദെയർഫോർ അതെന്തായിരിക്കും? കോൺജുഗേറ്റ് ആസിഡ് ആയിരിക്കും. H3O പ്ലസ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആസിഡ് ആയിരിക്കും.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിനകത്തുനിന്ന് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് നിങ്ങളുടെ പേപ്പറിലൊന്ന് എഴുതിയേ. ഏതൊക്കെയായിരിക്കും? HCl-ഉം Cl-. HCl എന്ന് പറയുന്ന ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് Cl-. അതുപോലെ H2O എന്ന് പറയുന്ന ബേസിൻ്റെ കോൺജുഗേറ്റ് ആസിഡാണ് H3O+. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി നോക്കാം. വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അടുത്ത ഏതാണ്? NH3+ H2O ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് NH4+ OH-. അതൊന്ന് എഴുതിയേ. നിങ്ങൾ തനിയെ എഴുതിയേ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾ തനിയെ എഴുതിയതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചാൽ മതി. തനിയെ ഒന്ന് എഴുതി നോക്കിയേ എങ്ങനെ ആയിരിക്കും. NH3 എന്താണ്? ബേസാണ്. അപ്പോൾ അത് കാരണം അതിന് എന്ത് ടെൻഡൻസി ഉണ്ട്? പ്രോട്ടോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പ്രോട്ടോണുകളെ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പം എന്തായിട്ട് മാറും? NH4+ അയോണുകളായിട്ട് മാറും. NH4+ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും? കോൺജുഗേറ്റ് ആസിഡുകളായിരിക്കും. ഓക്കെ, അത് ക്ലിയറായി. അടുത്ത് H2Oക്ക് എന്ത് ക്യാരക്ടറാണ്? ആസിഡിക് ക്യാരക്ടർ. ഇതാണ് ഞാൻ പറഞ്ഞത്. തൊട്ട് മുന്നേ നമ്മൾ ബേസിക് ക്യാരക്ടർ പറഞ്ഞു H2Oക്ക്. ഇവിടെ ഞാൻ അസിഡിക് ക്യാരക്ടർ പറയുന്നു. അയ്യോ, അത് നേരത്തെ തെറ്റിച്ചതല്ലേ എന്നൊന്നുമല്ല, തെറ്റൊന്നുമല്ല. അതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലോ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. വേറൊരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളത് H2Oയെ ആസിഡാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് ആസിഡാണ്. H2O ആസിഡ് ആകുമ്പോൾ അതിന് എന്ത് നേച്ചറുണ്ട്? പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അതെന്ത് ചെയ്യും? പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് OH- അയോണുകളായിട്ട് മാറും. OH- അയോണുകളായിട്ട് മാറുമ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ആ നെഗറ്റീവ് ചാർജ് ഉള്ള സ്ഥിതിക്ക് അതെന്താണ്? കോൺജുഗേറ്റ് ബേസാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇക്വേഷനകത്തുനിന്ന് നിങ്ങൾക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് എഴുതിക്കൂടെ? ഏതൊക്കെയാണ്? NH3-യും NH4+. അതായത് NH3 എന്ന് പറയുന്ന ബേസിൻ്റെ കോൺജുഗേറ്റ് ആസിഡാണ് NH4+. അതുപോലെ H2O എന്ന് പറയുന്ന ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസാണ് OH-. ക്ലിയർ ആയല്ലോ? ഇനി ലാസ്റ്റ് വൺ, അതും കൂടെ ഒന്ന് നിങ്ങൾ തന്നെ എഴുതിയേ. ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ തനിയെ ഒന്ന് എഴുതി നോക്കിയേ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾ എഴുതിയതിന് ശേഷം ഞാൻ പറയുന്നത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാം. എങ്ങനെയാണെന്നൊന്ന് ചെയ്ത് നോക്കിയേ. CH3COOH plus HCl is in equilibrium with CH3COOH2 plus Cl minus. അതൊന്ന് ചെയ്ത് നോക്കിയേ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും H+ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ആ ഒരു HCl-നെ നിങ്ങൾ ആസിഡായിട്ട് ആദ്യം കൺസിഡർ ചെയ്യുക. എന്നിട്ട് ചെയ്തു നോക്കുക. അത് ഇനി അതിന് കാരണം എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം നിങ്ങൾ ആ HCl-നെ ആസിഡായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുക. അതുപോലെ CH3COOH-നെ ബേസ്. ആ രീതിയിൽ ആസിഡ് അല്ലേ എന്നുള്ള ചിന്തിക്കേണ്ട, തൽക്കാലം അങ്ങനെ ചെയ്യുക. കാരണം നമുക്ക് അടുത്ത കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ CH3COOH-നെ ബേസിക് ക്യാരക്ടറാണ്. ഓക്കെ, സമ്മതിച്ചു. ബേസിക് ക്യാരക്ടർ ആകുമ്പോഴത്തേക്കും അതിന് എന്ത് ടെൻഡൻസി ഉണ്ട്? ബേസിക് ആകുമ്പോൾ പ്രോട്ടോണുകളെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പ്രോട്ടോണുകളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എന്തായിട്ട് മാറും? ഈ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ്ലി ചാർജ് അയോണുകളായിട്ട് മാറുന്നു. ഇനി ഇങ്ങനെ പോസിറ്റീവ്ലി ചാർജ് അയോണുകളായിട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അതെന്തായിരിക്കും? കോൺജുഗേറ്റ് ആസിഡ് ആയിരിക്കും. അപ്പോൾ CH3COOH-ൻ്റെ COOH-ൻ്റെ കോൺജുഗേറ്റ് ആസിഡാണ് ഈ പറഞ്ഞിരിക്കുന്ന CH3COOH2+. ഓക്കെ, അടുത്ത HCl എന്ന് പറയുന്നത് എന്താണ്? ആസിഡാണ്. ആ ആസിഡ് എന്ത് ചെയ്യുന്നു? പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നു. ആസിഡ് അല്ലേ, പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത് പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും Cl- അയോണുകളായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയില്ലേ? നെഗറ്റീവ് ചാർജ് ആയത് കാരണം അതെന്തായിരിക്കും? ബേസ് ആയിരിക്കും. ബേസ് എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. അപ്പോൾ HCl-ൻ്റെ കോൺജുഗേറ്റ് ബേസാണ് Cl-. അസറ്റിക് ആസിഡിൻ്റെ CH3COOH-ൻ്റെ കോൺജുഗേറ്റ് ആസിഡാണ് CH3COOH2+. ഇതാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ്.
അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അറീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ്, അറീനിയസ് കൺസെപ്റ്റിൻ്റെ ലിമിറ്റേഷൻസ്, പിന്നെ എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് വിത്ത് എക്സാമ്പിൾ. അതിൽ ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് എഴുതാൻ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മതി. ഇനി അടുത്ത പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്